എല്ലാവർക്കും നമസ്കാരം. ഡ്രൈവിംഗ് പഠിക്കുന്ന എല്ലാ ആളുകൾക്കുമുള്ള ഒരു പ്രശ്നമാണ് ക്ലച്ച് കൺട്രോളിങ് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകുന്നു എന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാം? ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമ്മളിപ്പം ഏതാണ് ക്ലച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് ക്ലച്ച്, ഇതാണ് ബ്രേക്ക്, ഇതാണ് ആക്സിലറേറ്റർ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഏതാണ് ബ്രേക്ക്, ഏതാണ് ആക്സിലറേറ്റർ എന്നൊക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ക്ലച്ച് ഏതാണ് എന്നൊക്കെ മനസ്സിലാക്കുക. ഇപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇടത് കാല് കൊണ്ട് ചവിട്ടുന്നതാണ് ക്ലച്ച്. അപ്പോൾ ക്ലച്ച് ചവിട്ടുമ്പോൾ എപ്പോഴും ക്ലച്ച് ഫുള്ളായിട്ട് ഇങ്ങനെ ചവിട്ടാൻ നമുക്ക് പറ്റണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നിങ്ങൾ കൃത്യമാക്കണം. മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, 1 മിനിറ്റിൽ താഴെയുള്ള ഷോർട്ട് ഡ്രൈവിംഗ് ടിപ്സ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സജീഷ് ഗോവിന്ദൻ എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാറുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് കാർ ആക്സസറീസിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് റിവ്യൂ ചാനലായ സ്പെഷ്യൽ ഐ ബൈ സജീഷ് ഗോവിന്ദൻ എന്ന യൂട്യൂബ് ചാനൽ കാണുക. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചവിട്ടാൻ പറ്റണം. ഇതാ കണ്ടില്ലേ, ഫുള്ളായിട്ട് ഞാൻ ചവിട്ടുന്നു, ഇത് റിലീസ് ചെയ്യുന്നു. ഇതേപോലെ നിങ്ങൾക്ക് പറ്റണം. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ക്ലച്ചും ബ്രേക്കും ഫുള്ളായിട്ട് ഇങ്ങനെ ചവിട്ടി പിടിച്ചിട്ടായിരിക്കണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഗിയർ ആക്കുന്നു നിങ്ങൾ വിചാരിക്കാം. അതിന് മുന്നേ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും വണ്ടി ഒരു നിരപ്പായ റോഡിൽ വെക്കുക. റോഡിൽ വെച്ചതിന് ശേഷം മാത്രം ഇത് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിച്ചു. അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഗിയർ നമ്മൾ ഫസ്റ്റ് ഗിയർ ആക്കി. ഫസ്റ്റ് ഗിയർ ആക്കിയതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പതിയെ ബ്രേക്കിൽ നിന്നും കാലെടുക്കുക. ബ്രേക്കിൽ നിന്ന് ഇങ്ങനെ കാലെടുത്ത് താഴെ വെച്ചു. ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് താഴെ വെച്ചു. താഴെ വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പതിയെ ക്ലച്ച് റിലീസ് ചെയ്യുക. പതിയെ റിലീസ് ചെയ്യുക. അപ്പോൾ കുറച്ചിങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ക്ലച്ച് റിലീസ് ആകുന്നത് എങ്ങനെയാണെന്ന്. ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് പതിയെ വണ്ടി മുന്നോട്ടേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് വണ്ടി പതിയെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അതാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമുക്ക് വണ്ടി ഇതേപോലെ മുന്നോട്ടേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ വണ്ടി പതിയെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ മുന്നോട്ടേക്ക് വണ്ടി കൊണ്ടുപോവുക. കുറച്ച് ദൂരം ഇതേപോലെ തന്നെ വണ്ടി മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഒരു ബുദ്ധിമുട്ടുമില്ല, നിങ്ങൾക്ക് ക്ലച്ചിൽ വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയും. കുറച്ച് മുന്നോട്ടേക്ക് പോയതിന് ശേഷം വീണ്ടും വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വീണ്ടും നിങ്ങൾ ബ്രേക്കിൽ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുക, ക്ലച്ച് ഫുള്ളാക്കുക, ബ്രേക്ക് ഫുള്ളാക്കുക. ഇങ്ങനെ വണ്ടി നിർത്തുക. ഇപ്പോൾ നിങ്ങൾ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വണ്ടി കൊണ്ടുപോയി. ഇനി നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യാം? ഇവിടുന്ന് തന്നെ വണ്ടി വീണ്ടും മുന്നോട്ടേക്ക് എടുക്കാം. എങ്ങനെ എടുക്കാം? ആദ്യം നിങ്ങൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക. ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കാല് താഴെ വെക്കുക. അതിനുശേഷം ക്ലച്ച് പതിയെ റിലീസ് ചെയ്യുക. പതിയെ റിലീസ് ചെയ്ത് ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് എന്താവും? വണ്ടി വീണ്ടും മുന്നോട്ടേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്താ കാര്യം? അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഹാഫ് ക്ലച്ച് മനസ്സിലാവും. അങ്ങനെ കുറച്ച് ദൂരം നിങ്ങൾ വണ്ടി മൂവ് ചെയ്യിപ്പിക്കുക. അങ്ങനെ പതിയെ നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലച്ചിൻ്റെ കൺട്രോൾ മനസ്സിലാവും. ഇനി വണ്ടി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുക. വീണ്ടും നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബ്രേക്ക് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുക, ക്ലച്ച് ഫുള്ളാക്കുക, ബ്രേക്ക് ഫുള്ളാക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് വണ്ടി വീണ്ടും നിർത്താം. ഇതേ രീതിയിൽ നിങ്ങൾ നിരപ്പായ റോഡിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലച്ചിൻ്റെ കൺട്രോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് കഴിയും. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതിന് ശേഷം ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു ബ്ലോഗുമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക്